ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 44. ഇന്ന് നമ്മൾ നോക്കുന്നത് മണ്ഡലം 1 അനുഭാഗം 5 അധ്യായം 2 സൂക്തം 20. ഇതിലെ ദേവത ഋബുക്കളാണ്. ഇപ്പം ഋബുക്കളെ പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലന്മാരാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്, കലാകാരന്മാരുമായിട്ടെല്ലാം ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതായത് ത്വഷ്ടാവെല്ലാം ഋബുക്കളിലൂടെയെല്ലാം വളരെയധികം സ്വാധീനിക്കുന്ന വ്യക്തികളാണ്. എല്ലാ ദേവതകളും ബഹുമാനിക്കുന്ന കക്ഷിയാണ് എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഈ സൂക്തത്തിലൂടെ വരുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഋബുക്കൾ ആധുനിക സയൻസിൻ്റെ അടിസ്ഥാന തത്വമാണ്. ഇന്നുള്ള എല്ലാ കർമ്മങ്ങളും, ഏത് കർമ്മം നടക്കുന്നതിൻ്റെ അതിൻ്റെ പിന്നിൽ ഊർജം വേണം. ഊർജം ബലമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഊർജ ബലം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആധുനിക സയൻസിലൂടെ നമ്മൾ ഫോഴ്സിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനെന്തുണ്ട്? ഒരളവുമുണ്ട്, ഒരു മാഗ്നിറ്റ്യൂഡുണ്ട്, ഒരു ഡയറക്ഷൻ ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ബലങ്ങളെ നമ്മളൊരു പേപ്പറിൽ അപ്പം എൻജിനീയറിങ്ങിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഏത് കർമ്മത്തിൻ്റെ പിന്നിലൊരു ബലമുണ്ട്. ബലമാണ് ആ കർമ്മത്തെ മാറ്റിയെടുക്കുന്നത്. ഒരു രസതന്ത്രമായാലും എല്ലാത്തിലും അതിൻ്റെ അകത്ത് ചില ബലങ്ങളുണ്ട്. ആ ബലങ്ങളാണ് അതിനെ ഫോഴ്സ് ചെയ്യുന്നത്, ആ രാസപ്രവർത്തനത്തിലെല്ലാം പ്രേരിപ്പിക്കുന്നത്. ബലം എപ്പോഴും അതിനൊരളവുമുണ്ട്, ദിശയുണ്ട്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറയും. ഇതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞു കൊല്ലന്മാരായിട്ട് ചിത്രീകരിക്കും. കൊല്ലന്മാരെന്ന് പറയുമ്പോൾ അടിച്ച് പരത്തുന്ന വിഭാഗം, പരത്തുക, ഇരുമ്പിനെല്ലാം അടിച്ച് പരത്തുക. മെക്കാനിക്കൽ എഞ്ചിനീയറിങ് തന്നെയാണ് അടിച്ച് പരത്തുന്ന ഒരു സ്വഭാവം, ബലം വെച്ചിട്ട്. അതേ ചിത്രകാരന്മാർ എന്ന് പറഞ്ഞാൽ വരക്കുന്ന ആൾക്കാർ. ആധുനിക സയൻസിൽ വെച്ച് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ്സ്മാൻ എല്ലാം ആ പണി ചെയ്യുന്നത്. ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ പടം വരച്ചിട്ടാണ് ബലങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ ബലങ്ങളെ സാധാരണ പടത്തിൽ വരക്കുമ്പോൾ നമ്മളൊരു പടം ഒരു എൻജിനീയറിങ് വർക്ക് തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ബിന്ദു മാർക്ക് ചെയ്യും. ആ ബിന്ദുവിനാണ് ഒറിജിൻ എന്ന് പറയുന്നത്. ആ ഒറിജിനിൽ പിന്നെ 2 ആക്സസ് വരക്കും. എക്സ് ആക്സസ്, വൈ ആക്സസ് എന്നെല്ലാം പറയും. എന്നിട്ട് അതിനെ ആ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ബാക്കിയുള്ള ബലങ്ങളെല്ലാം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് കണ്ടു കഴിഞ്ഞു, ഒരു ബലത്തിനെ, ഇതാണ് ഒരു ബലമെങ്കിൽ ആ ബലത്തിനെ 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റും വെർട്ടിക്കൽ കോമ്പോണൻറ്റും. അപ്പോൾ ഒരു ബലത്തെ 2ആയിട്ട് തിരിക്കാം. അതിനാണ് അശ്വനി കുമാരന്മാരെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം അതിൻ്റെ പിന്നിലെല്ലാം പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ തത്വം ആവിഷ്കരിച്ചതിൻ്റെ പിന്നിലുള്ള ശക്തിയാണ് ഋബുക്കൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് അനലിറ്റിക്കൽ ജോമെട്രിയിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അനലിറ്റിക്കൽ ജോമെട്രിയിൽ ഒരു ബിന്ദു എടുത്തിട്ട് 2 ആക്സസ് വരച്ചിട്ട് അതിലാണ് ഓരോ പോയിന്റുകൾ ആദ്യം മാർക്ക് ചെയ്യും. ആ പോയിന്റിനെ വർണ്ണിക്കാനുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതൊരു സ്ഥലമാണ്, നമ്മൾ ഈ ബിന്ദു എന്ന് പറയുന്നത് കേന്ദ്രം. ഇപ്പോൾ ഇത് ബസ് സ്റ്റാൻഡ് ആണെന്ന് വെച്ചോളൂ. എൻ്റെ വീട് ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടത്തേക്ക് പോകാൻ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം വീടെല്ലാം ഉണ്ട്. അപ്പോൾ എന്ത് പറയണം? ഇങ്ങോട്ട് പോകണം, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയണം, പിന്നെ ഇങ്ങോട്ട് തിരിയണം, പിന്നെ ഇങ്ങനെ പോകണം, പിന്നെ ഇവിടെ വഴിയുണ്ട്, ഇങ്ങനെ പോയി ഇങ്ങനെല്ലാം പോയി വിവരിക്കാൻ വലിയ പാടാണ്.
അതുകൊണ്ട് ആണ് അനലൈറ്റിക്കൽ ജോമെട്രി എന്ന കാര്യം വന്നിരിക്കുന്നത്. അതായത് ഇങ്ങനെ 2 ആക്സസ് വരച്ചിട്ട് ഈ വീട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ അളക്കുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഈ ദൂരം 2 കിലോമീറ്റർ ആണെന്ന് വെച്ചോ, ഇവിടുന്ന് ഇവിടത്തേക്ക് 3 കിലോമീറ്റർ ആണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് പറഞ്ഞാൽ മതി, ഹൊറിസോണ്ടലായിട്ട് 2 കിലോമീറ്റർ നടക്കുക, എന്നിട്ട് നേരെ വെർട്ടിക്കലായിട്ട് 3 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ നമ്മൾ ആ വീടെത്തും. ഒരു പ്രശ്നമില്ല, ഇത്രയേ പറയണ്ടോ, ഹൊറിസോണ്ടലായിട്ട് ഇത്ര പോകണം, വെർട്ടിക്കലായിട്ട് ഇത്ര പോകണമെന്ന് പറഞ്ഞാൽ ആ വീടെത്തും. വളരെ സിമ്പിളാണ്. ആധുനിക എഞ്ചിനീയറിംഗ് ഉപകരണങ്ങളെല്ലാം ചെയ്യുന്നത് ഇത്തരത്തിലാണ്. ഇതിനാണ് അനലിറ്റിക്കൽ ജോമെട്രി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവിഷ്കാരം, അതിൻ്റെ അധിപനാണ് ഭൃഗു. അതുകൊണ്ടാണ് എല്ലാ ദേവതകളെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് എന്ന് പറയുന്നത്. നെറ്റിലടിച്ചു വെച്ചേക്കാണ്, ഭൃഗു എന്ന് അടിച്ചാൽ വരും. അപ്പോൾ ഇത് കലയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എപ്പോഴും ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ ഇപ്പോൾ ഒരു കെട്ടിടമെല്ലാം വരക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു സെൻറ്റർ മാർക്ക് ചെയ്ത് 2 ആക്സസ് മാർക്ക് ചെയ്യും. ആക്സസ് മാർക്കുന്നതിന് പകരം മുഖത്ത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് ഒരു ചെറുതായിട്ടും മാർക്ക് ചെയ്യും. അത് വെച്ചിട്ടാണ് എല്ലാം വരക്കുക. അപ്പം ബലങ്ങളെ ഇങ്ങനെ ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ടല്ലാണ്ട് ഇപ്പോൾ ഓരോ പോയിന്റ്, ഈ ഇവിടെയുള്ള പോയിന്റ് ചിലപ്പോൾ ഇവിടുന്ന് ഇത്ര 2 ആയിരിക്കും, പക്ഷേ ഇവിടുന്ന് മുകളിലോട്ടേക്ക് പോകുമ്പോൾ 5 ആണെങ്കിൽ ആ ബിന്ദു ഇവിടെ വരും. അപ്പോൾ ഈ സ്ഥലവും വേറെ. അപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റും. അതിനാണ് അനലൈറ്റിക്കൽ ജോമെട്രി എന്ന് പറയുന്നത്. അനലൈറ്റിക്കൽ ജോമെട്രീൻ്റെ ആവിഷ്കരിച്ച ആ ശക്തിവിശേഷത്തെ ഇവിടെ ഭൃഗുവായിട്ട് ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ നേരത്തെ ബലം. ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഹൊറിസോണ്ടൽ കോമ്പോണൻ്റ് ഉണ്ട്, വെർട്ടിക്കൽ കോമ്പോണൻ്റ് ഉണ്ട്. അതിനാണ് അശ്വനി കുമാരന്മാരായിട്ട് ചിത്രീകരിച്ചത്. ഇതെല്ലാം അനലൈറ്റിക്കൽ ജോമെട്രിയിലൂടെ വരുന്നതാണ്. അനലൈറ്റിക്കൽ ജോമെട്രീൻ്റെ പിന്നിലുള്ള ആ പ്രേരക ശക്തിയാണ് ഭൃഗു, അല്ലെങ്കിൽ അത് ആവിഷ്കരിച്ച ശക്തിയാണ് ഭൃഗു എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പിതാവാണ് ഭൃഗു എന്ന് പറയാം. അപ്പോൾ ഇനി ഇത്രയും ഒരു ധാരണ വെച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം അഷ്ടകം 1, അധ്യായം 2, മണ്ഡലം 1, അനുവാകം 5, സൂക്തം 20. ഋഷി മേധാതിഥി കണ്വൻ, ദേവത ഇർഭുക്കൾ, ഛന്ദസ് ഗായത്രി. അയം ദേവായ ജന്മനേ സ്തോമോ വിപ്രേഭിരാസയ അകാരിരത്നധാമഹ. തപസ് ചെയ്ത് ദേവത്വം പ്രാപിച്ചവർക്ക് വേണ്ടി, അതായത് ഇർഭുക്കൾക്ക് വേണ്ടി വിദ്വാൻമാർ ഈ സ്തോത്രം രമണീയമായ ഛന്ദസ്സിൽ രചിച്ചിരിക്കുന്നു. ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ സ്തോത്രം എന്ന് പറഞ്ഞാൽ വേദവാക്കുകൾ, വിദ്വാൻമാർ, ഇത് ആർക്കാണ് കൈകാര്യം ചെയ്യുന്നത്? വിദ്വാൻമാരാണ്, ശാസ്ത്രജ്ഞരാണ്, സയൻസ് പഠിക്കുന്നവരാണ്. അവര് ഋഭുക്കൾക്ക് വേണ്ടി രമണീയമായ ഛന്ദസ്സിൽ രചിച്ചിരിക്കുന്നു. അപ്പോൾ ഋഭുക്കൾക്ക് വേണ്ടിയാണ് ഈ ശാസ്ത്ര തത്വങ്ങൾ എഴുതിയിരിക്കുന്നത്. വിദ്വാൻമാരാണ് ഇത് ആവിഷ്കരിച്ചിരിക്കുന്നത്. അനലിറ്റിക്കൽ ജോമെട്രിയുടെ തത്വം വിദ്വാൻമാർ അതിൻ്റെ ഋഭുക്കൾക്ക് വേണ്ടി. അപ്പോൾ ഋഭുക്കളാണ് അനലിറ്റിക്കൽ ജോമെട്രീൻ്റെ പിന്നിലുള്ളത്. ഇതൊരു ശാസ്ത്ര തത്വമാണ്, ഒരു മാത്തമാറ്റിക്സ് സയൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എൻജിനീയറിംഗ് എല്ലാം പഠിക്കുമ്പോൾ ഇതില്ലാതെ ഒരു പരിപാടി നടക്കില്ല. മെക്കാനിക്കൽ എൻജിനീയർ ആയാലും മെക്കാനിക്കൽ ആയാലും സിവിൽ എൻജിനീയറിംഗ് ആയാലും എല്ലാം ഈ ബലങ്ങളെപ്പറ്റി പഠിച്ചേ പറ്റൂ, കോർഡിനേറ്റ് ജോമെട്രി പഠിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് അതിൻ്റെ പര്യായം നോക്കിക്കഴിഞ്ഞാൽ ചിത്രകാരന്മാർ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതായത് ഡ്രാഫ്റ്റ്മാൻമാർ, അവർ ഈ തരത്തിലാണ് വരക്കുക. ഇനി രണ്ടാമത്തേൽ എന്താ പറയുന്നത്?
ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 20-2. യ ഇന്ദ്രായ വജോയുജ തതക്ഷുർ മനസാഹരി ശമീഭിർ യജ്ഞമാശത. സ്വയം കെട്ടപ്പെട്ടു നിൽക്കുന്ന അശ്വങ്ങളെ മനസ്സിനാൽ സൃഷ്ടിച്ച ഋഭുക്കൾ ഇന്ദ്രനു വേണ്ടി ഈ യജ്ഞത്തിൽ വന്നിരിക്കുന്നു. ഇന്ദ്രനു വേണ്ടി ആണ് ഈ ഋതുക്കൾ എന്ത് ചെയ്യുന്നു? അശ്വങ്ങളെ മനസ്സിനാൽ സൃഷ്ടിച്ച ഋതുക്കൾ മനസ്സിനാൽ അശ്വങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെ? കെട്ടപ്പെട്ടു നിൽക്കുന്ന അശ്വങ്ങൾ കെട്ടപ്പെട്ട നിലയിലാണുള്ളത്. അശ്വം എന്ന് പറഞ്ഞാൽ കുതിരയാണെന്ന് അശ്വം എന്ന് പറഞ്ഞാൽ ബലമാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അശ്വബലം, ഹോസ് പവർ, ബലമാണെന്ന് നേരത്തെ അശ്വം എന്ന് കേൾക്കുമ്പോൾ ബലമാണെന്ന് ചിന്തിച്ചോളൂ. അത് കെട്ടപ്പെട്ട നിലയിൽ കുറേ എണ്ണം കൂടിക്കിടക്കുന്ന നിലയിലാണുള്ളത്. ആ നിലയിലാണ് ഋഭുക്കൾ ഇന്ദ്രന് വേണ്ടിയിട്ട് ഈ യജ്ഞത്തിൽ വന്നിരിക്കുന്നത്. അപ്പം നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അവിടെ കർമ്മം ഏകീകരിക്കുന്ന ശക്തിയാണ് ഇന്ദ്രനെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ ഏകീകരിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ബലം ആയിട്ടാണ്, ആ ബലവുമായിട്ടാണ് ആര് വരുന്നത്? ഈ ഋതുക്കൾ വരുന്നത്. അത് എങ്ങനെയാണ് വരുന്നത്? കുറേ അശ്വങ്ങളുമായിട്ടാണ് വരുന്നത്. കൂട്ടിക്കെട്ട അവസ്ഥയിൽ കൂട്ടിക്കെട്ടുക എന്ന അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു അശ്വിനി കുമാരൻ ഈ ഒരു ബലത്തെ നമുക്ക് ഇങ്ങനെ പോകുന്നതിന് പകരം ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് പോയിട്ട് ഇങ്ങനെ പോകാം. രണ്ട് ബലം. അപ്പം ഈ ഒരു ബലത്തിന് പകരം രണ്ട് ബലമായിട്ട് തിരിക്കാം. അതാണ് അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത്. അതിനെ ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്, വെർട്ടിക്കൽ കോമ്പോണൻറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ബലം എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിക്കാം. എന്നാൽ രണ്ടായിട്ട് മാത്രമല്ല, ആധുനിക സയൻസിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു തത്വമാണ്. നമുക്കിവിടുന്ന് ഇപ്പം ഇങ്ങോട്ടേക്ക് പോകണം. ഒരു ബോംബ് ഇവിടുന്ന് എടുത്ത് ഇവിടത്തേക്ക് തൊടുത്തു വിടണം എന്ന് വെച്ചോളൂ. ബോംബ് ഇവിടുന്ന് ഇവിടത്തേക്ക് നേർക്കിങ്ങനെ വിട്ടാൽ മതി. റോക്കറ്റെല്ലാം റോക്കറ്റ് ഇവിടുന്ന് കണ്ടിട്ടില്ല, മിസൈൽ ഇവിടുന്ന് കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് ഇവിടുന്ന് ഇവിടത്തേക്ക് വിടാം നേർക്ക്. പക്ഷെ നേർക്ക് വിട്ടാലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് പോകുന്ന വഴി ശരിക്കറിയാം. അപ്പം വേറെ ശത്രുവിനെ അതിനെ അടിക്കാൻ എളുപ്പമാണ്. നമ്മളൊരു കുട്ടി നേർക്ക് ഓടിയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ ഓടിയിട്ട് പിടിച്ചാൽ മതി. പക്ഷെ ആ കുട്ടീനെ അതുകൊണ്ട് കുട്ടികൾ എങ്ങനെ ഓടും? ഇങ്ങനെയല്ലേ ഓടും. അപ്പം നമുക്ക് തന്നെ കൺഫ്യൂഷനാവും, ഇതിനെങ്ങോട്ടാണ് പോകുന്നത്. എന്നിട്ട് അവൻ ആ അവസാനം എത്തേണ്ടടുത്ത് എത്തും. അതുപോലെ റോക്കറ്റ് വിടുമ്പോഴും ഇങ്ങനെയാണ് വിടുക. ഇവിടത്തേക്ക് നേർക്ക് വിടില്ല. അത് ഇങ്ങനെയെല്ലാം പോയിട്ട് അവസാനം ഇവിടെ വരികയാണ്. അപ്പം ഇത് എങ്ങോട്ടാ പോകുന്നതെന്നൊന്നും പിടിയിട്ടില്ല. അതിനെ തടുക്കാൻ കുറച്ച് പാടാണ്, വളഞ്ഞ് തെളഞ്ഞ് പോകുന്നുണ്ട്. ഇത് ഇതേമാതിരി പ്രോഗ്രാം ചെയ്ത് വിട്ടു. ഇത് പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ പടത്തിൽ വരച്ചിട്ട് അതിൻ്റെ എല്ലാ അളവെല്ലാം എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് ഇതിങ്ങനെ പോകും. പക്ഷെ എത്തുന്ന അവസാനം ഇവിടെ തന്നെ എത്തും, ഇവിടെ പോയി പൊട്ടും. അപ്പോൾ ഈ ഒരു തത്വം തന്നെയാണ് റോക്കറ്റിലും എല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബലത്തിന് പകരം നമ്മൾ ഈ പറയുന്ന ഫോഴ്സിന് പകരം നമുക്ക് അനേക ഫോഴ്സുകളായിട്ട് തിരിച്ചും മറിച്ചും എല്ലാം ആയിട്ട് കൊണ്ടുവന്നിട്ട് പലതരം ഫോഴ്സാണിത്, പല ഡയറക്ഷനിലാണ് അവസാന വൃത്തിയിൽ എത്തിക്കാം. അപ്പം നമ്മൾ ആവശ്യമനുസരിച്ച് ഇത് ചെയ്യാം. അതുകൊണ്ടാണ് ഈ ഋതുക്കൾ എങ്ങനെയാണ് വരുന്നത്? ഫോഴ്സുകളായി, കുതിരകളായിട്ട് അനേകം കെട്ട് കിടക്കുന്ന നിലയിൽ അനേകം കെട്ടിയ മാതിരിയാണുള്ളത്.
ഈ ഫോഴ്സുകൾ കുറേ ഇങ്ങനെ ഒന്നിച്ചു കൂടിച്ചേർന്നതാണ് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. കുറേ ഫോഴ്സുകൾ ഇങ്ങനെ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ്, പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ പോകാൻ പാടുള്ളൂ, ഇങ്ങനെയെല്ലാം വളഞ്ഞു തിരിച്ചെല്ലാം പോകാം. അതെല്ലാം അനലിറ്റിക്കൽ ജോമെട്രീൻ്റെ ഒരു സംഭാവനയാണ്, കാൽക്കുലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ദ്രന് വേണ്ടിയിട്ട് ഇന്ദ്രനാണല്ലോ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ഋതുക്കൾ എന്ത് ചെയ്യും? കുറേ ബലങ്ങളായിട്ട് വരും, കുതിരകളായിട്ട് വരും. അതിനുവേണ്ടി യജ്ഞത്തിൽ വരും, കർമ്മം ചെയ്യാൻ വേണ്ടി. നമുക്ക് എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഇത് വരും. ഇനി മൂന്നാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 20-3. തക്ഷന്നാസത്യാഭ്യാം പരിജ്ഞാനം സുഖം രഥം തക്ഷൻ ധേനും സബലർ ദുഃഖാം. അശ്വിനി കുമാരന്മാർക്ക് വേണ്ടി ഋഭുക്കൾ നല്ല രഥവും പാലിന്റെ രൂപത്തിലുള്ള അമൃതം നൽകുന്ന ധേനുക്കളെയും നിർമ്മിച്ചു. മൂന്നിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ അവര്, അതായത് ഋതുക്കള് അശ്വിനി കുമാരന്മാർക്ക് വേണ്ടിയിട്ട് സുഖപ്രദമായ രഥം തീർത്തിട്ട് പാലിന്റെ രൂപത്തിലുള്ള അമൃതം പോലെയുള്ള മധുവിനെ നിക്ഷേപിച്ചു. ധേനുവിനെ നിഷേധിച്ചു. ഇപ്പം ധേനുവിനെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ പശുവിനെ നിഷേധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തേരില് ഇപ്പം അശ്വിനി കുമാരന്മാർ എന്ന് പറഞ്ഞ ഈ ബലം, 2 ബലം കൂടിയതാണ് ഒരു ബലത്തിൽ 2 ഹൊറിസോണ്ടൽ വെർട്ടിക്കലും ഉണ്ട്. അപ്പം 2 കൂടിയതാണ് അശ്വിനി കുമാരന്മാർ. അപ്പം അശ്വിനി കുമാരന്മാർ വരുന്ന തേരില് എന്ത് ചെയ്തിരിക്കുന്നുണ്ട്? വേറെ പശുക്കളെ കെട്ടിയിട്ടുണ്ട്. രഥത്തെ വലിക്കുന്ന പശുക്കളാണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അശ്വിനി കുമാരന്മാർ എന്ന് പറയുന്നത് ഇതാണ്, ഈ ബലം. പക്ഷേ ഈ ബലം അങ്ങനെയല്ല വരുന്നത്, അതിനെ 2ആയി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് ചെറുതാണല്ലോ, അപ്പോൾ ഇതിനെ കുതിര എന്ന് പറയുമ്പോൾ ഇതിനെ വേണ്ടിക്ക് പശു എന്ന് പറയാനേ പറ്റും. ചെറുതാണല്ലോ, അതിനെക്കാട്ടി ബലം കുറവാണ്. അതുകൊണ്ട് പശുവിനെ കെട്ടിയിട്ട്, അല്ലെങ്കിൽ കാളയെ കെട്ടിയിട്ടും പറയാം. കാളയെ കെട്ടിയിട്ട് 2 കാളകളുമായിട്ടാണ് വരുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു ബലത്തിന് പകരം ഇവിടുന്ന് ഇവിടത്തേക്കാണ് പോകേണ്ടത്. കുറേ ബലങ്ങളിങ്ങനെ കൂട്ടിക്കെട്ടിയ ഒരു സോഫ്റ്റ്വെയറുമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെ രഥമായിട്ട് എടുക്കാം. അപ്പോൾ അശ്വിനി കുമാരന്മാർക്ക് വേണ്ടി എങ്ങനെയാണ് വരുന്നത്? പശുവിനെ കെട്ടിയ രഥങ്ങളിൽ വരികയാണ്. അതായത് ചെറിയ കുറേ ബലങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇനി 4-മത്തേത് മണ്ഡലം 1 സൂക്തം 20-4. യുവാനാം പിതരപ്പുന സത്യമന്ത്രായജുയവഹ ഋഭവോ വിഷ്ട്യക്രതഃ. ഋഭുക്കൾ സത്യാശയരും സരള സ്വഭാവത്തോടുകൂടിയവരും സ്നേഹിക്കുന്നവരും നിസ്വാർത്ഥികളും ആണ്. അവർ തങ്ങളുടെ മാതാപിതാക്കൾക്ക് വീണ്ടും യൗവനാവസ്ഥ നൽകി. ഇവൻ സത്യമാണ്, സത്യം മാത്രമേ പ്രവർത്തിക്കൂ. അത് അത്രയും കൃത്യമായിരിക്കും. കാരണം ഒരു റോക്കറ്റ് പ്രോഗ്രാം ചെയ്തിട്ട് എവിടെ നിന്നാണ് വിടുന്നത്? ദൂരെ നിന്നിട്ടാണ് വിടുന്നത്. ഒരു ദൂരെയുള്ള സ്ഥലത്തേക്കാണ് വിടുന്നത്. അത് നേർക്കല്ല പോകുന്നത്, ഇങ്ങനെയല്ലാണ് പോകുന്നത്. അതെല്ലാം പ്ലാൻ ചെയ്തിട്ട് അത്രയും കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ട് വരച്ചിട്ട് പേപ്പറിൽ ഇങ്ങനെ വരക്കും. പോണ്ട വഴിയല്ല, ഇവിടെ റഷ്യ, ഇവിടെ ഉക്രൈൻ, അപ്പം പോണ്ട വഴി ഇങ്ങനെയെല്ലാം പോകണം. അതെല്ലാം തിരഞ്ഞിട്ട് അതിൻ്റെ ഫലങ്ങളെല്ലാം കണക്ക് കൂട്ടിയിട്ട് അത് പ്രോഗ്രാം ചെയ്തിട്ടാണ് ഈ സാധനം ഇവിടെ പോകുന്നത്, അവിടത്തേക്ക് പോകുന്നത്. എല്ലാം നേർക്ക് പോകില്ല. അപ്പം അതിനെല്ലാം പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് അവിടെ തന്നെ വധിച്ചിരിക്കും.
കാരണം അതിന് വേറെ വ്യത്യാസമൊന്നും വരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇത് ഒറിജിൻ, ഇവിടെയാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടത്തേക്ക് പോവാൻ ഇതിലേ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എത്തൂല. ഇവിടെ കുറച്ച് ഇങ്ങോട്ട് പോകണം, ഇവിടെ ഒരു വീടുണ്ട്, അതിൻ്റെ ഇടക്കൂട്ട കയറണം, എന്നിട്ട് ഇങ്ങോട്ട് പോകണം, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഓനാടിയൊന്നും എത്താൻ പോകുന്നില്ല. നേരെ കുറച്ച് കൃത്യമായി ഇങ്ങോട്ട് ഒരു 2 കിലോമീറ്റർ നടക്കുക, പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് ഒരു 3 കിലോമീറ്റർ നടക്കുക. അവിടെ തന്നെ എത്തും. ഒരൊറ്റ ഒരു വ്യത്യാസവും വരില്ല. അതുകൊണ്ട് സത്യ ആശയങ്ങളുള്ളവനാണ്. സരള സ്വഭാവം, ഇത് വളരെ സരള സ്വഭാവമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഈ അനാലിറ്റിക്കൽ ജോമെട്രി വന്നതിൻ്റെ ശേഷം എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. ഉദാഹരണമായിട്ട് ഒരു സാധനം ഉണ്ടെന്ന് വെച്ചാൽ അതിനെ പല ആളും പല വഴിക്ക് തള്ളുകയാണെന്ന് വെച്ചാൽ അത് എങ്ങോട്ടേക്കാണ് പോകുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സാധനമുണ്ട്, പല ആൾക്കാരും നിന്നിട്ട് പല ഭാഗത്തു നിന്ന് തള്ളിയാണ്. സാധാരണ നിലയിൽ അനലൈസ് ചെയ്യാൻ വലിയ പാടാണ്. നേരെ മറിച്ച് ഇതിനെല്ലാം ഓരോന്നിനെയും ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് മാറ്റിയിട്ട്, ഹൊറിസോണ്ടലാകുമ്പോഴെല്ലാം അതിന് ഒരേ സ്വഭാവമാണ്, ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുക. അപ്പം അതെല്ലാം കൂട്ടാം, വെർട്ടിക്കലായിട്ടുള്ളയും കൂട്ടിയെടുക്കാം. അപ്പോൾ അത് രണ്ടും കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ 2 എണ്ണമായി മാറും. 2 എണ്ണമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 ചേർത്ത് കഴിഞ്ഞാൽ മറ്റേ അശ്വിനി കുമാരന്മാരുടെ മാതിരി നടുവിലുള്ള അതിന് വരച്ചെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഇതിനെല്ലാം മാറ്റിയിട്ട് ഒറ്റയൊന്നാക്കിയിട്ട് മാറ്റാം. അതിനാ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്നെല്ലാം പറയാം. അത് സയൻസെല്ലാം പഠിക്കുന്നവർക്കറിയാം. അപ്പോൾ അവർ സരള സ്വഭാവക്കാരാണ്, വളരെ ലളിതമാക്കുകയാണത്. മറ്റേതെല്ലാം വളരെ പ്രയാസപ്പെട്ടതാണ്. കുറേ ബലങ്ങൾ നമുക്കിപ്പോൾ ഒരു 2 പേര് കുറേ ആൾക്കാർ കൂടിയിട്ട് അപ്പുറം ഇപ്പുറം കയറി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണെങ്കിൽ കയറ് കമ്പ ഉണ്ടല്ലോ, അത് എങ്ങോട്ടേക്കാണ് പോകുകയെന്ന് അറിയേണ്ടിയിട്ട് എന്ത് വേണം? ഇപ്പുറത്തെ ഒരാളുടെ ബലം കൂട്ടണം. ഇപ്പുറത്തെ ഒരാൾക്ക് 1, 2, 3 ഇങ്ങനെ ബലമാണെന്ന് വെച്ചോ. ഇടതുവശത്തുള്ളതിന് 1, 2, 3. അപ്പോൾ 1, 2, 3 കൂട്ടിയാൽ എത്രയാണ്? 3, 2, 5, 1, 6 ആണ്. ഇപ്പുറത്തെ ആളുടെ ബലം എന്ന് പറഞ്ഞാൽ 1, 5, 10 ആണ്. 10, 5, 15, 1, 16 ആണ്. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോവുക? ഇങ്ങോട്ടേക്കാണ് പോവുക. കൂട്ടിയെടുത്താൽ മതി. അതുമാതിരി പല മാതിരിയാണ് ഒരു കല്ലുമ്മൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാൻ പറ്റില്ല. ഇപ്പം കൂട്ടിയെടുക്കുന്നതിന് പകരം എന്താണ്? എല്ലാത്തിൻ്റെയും ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് മാറ്റണം. അപ്പോൾ ഹൊറിസോണ്ടലെല്ലാം ഒരേപോലെയുള്ളത് കൂട്ടിയെടുക്കാം, വെർട്ടിക്കലും ഒരേപോലെയുള്ളത് കൂട്ടിയെടുക്കാം. അപ്പോൾ അതെല്ലാം കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടലും കിട്ടും, ഒരു വെർട്ടിക്കൽ കിട്ടും, ഒരു ഹൊറിസോണ്ടലും കിട്ടും, ഒരു വെർട്ടിക്കലും കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള മറ്റേ ഏത് തത്വപ്രകാരം മറ്റേ അശ്വിനി കുമാരന്മാരുടെ, അതിന് സയൻസിൽ ട്രയാങ്കിൾ ലോ എന്ന് പറയും. അതാണ് അശ്വിനി കുമാരന്മാർ. അപ്പം സരള സ്വഭാവത്തോടു കൂടിയവരും സ്നേഹിക്കുന്നവരും, നമ്മൾ സ്നേഹിക്കുന്നവരാണ്. ഇത് പഠിച്ചുകൊണ്ടാണ് വളരെ എളുപ്പം. ബാക്കി ഇന്നത്തെ ഏത് കാര്യങ്ങളും ബലങ്ങളുമായിട്ട് കൈകാര്യം ചെയ്യാൻ ഇത്രയും സുഖമായൊരു മെത്തേഡ് വേറെയില്ല. നിസ്വാർത്ഥ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ഋതുക്കൾ. നമുക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ത്യാഗങ്ങളാണ് ചെയ്യുന്നത്. എൻജിനീയറിങ്ങിലെല്ലാം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ എൻജിനീയറിങ് ഈ ബല അനലൈസ് ചെയ്യലാണ് ആദ്യം തൊട്ട് അവസാനം വരെ പരിപാടിയിലുള്ളത്. എൻജിനീയറിങ് പഠിക്കുമ്പോൾ എല്ലാത്തിനും ഇത് തന്നെയാണ്. ഈ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ട് മാറ്റിയുള്ള കണക്ക് പഠിക്കലാണ്, സോൾവ് ചെയ്തെടുക്കലാണ് ഉള്ളത്. അപ്പം വളരെയധികം സേവനം ചെയ്യുകയാണ്. അവരെന്ത് ചെയ്ത് തങ്ങളുടെ മാതാപിതാക്കൾക്ക് വീണ്ടും യൗവനാവസ്ഥ നൽകി. അത് യൗവനമായി മാറുകയാണ്. കാരണം ഇത് യൗവനം എന്ന് പറഞ്ഞാൽ ഇത് പ്രാക്ടിക്കബിളാണ്. മാതാപിതാക്കളെല്ലാം പണ്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കുറേ ബലങ്ങളുണ്ട്, എല്ലാം അതിനെയെല്ലാം അനലൈസ് ചെയ്തെടുക്കേണ്ടി ഇത് എങ്ങോട്ടേക്കാണ് പോകുകയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കുറേ ബലങ്ങൾ പല ഭാഗത്തേക്ക് തള്ളിയാൽ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് റിസൾട്ടിൻ്റെ കണ്ടെത്താൻ പാടാണ്. പക്ഷേ ഇന്നത്തെ തലമുറക്ക് ഈ തത്വം അറിയുന്നതുകൊണ്ട് അവരെ യുവാക്കളാക്കി മാറ്റിയെന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവായി മാറ്റി ഈ തത്വങ്ങൾ. ഇനി 5-ാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 20-5 സംവോമദാസോ അഗ്മദേന്ദ്രേണ ച മരുത്വതാ ആദിത്യേഭിശ്ച രാജഭിഹി. മരുത്ഗണങ്ങൾക്കും ആദിത്യന്മാർക്കും ഇന്ദ്രനോടൊത്തുള്ള
ഋഭുക്കൾക്കും വേണ്ടി ഋഭുക്കൾ ഈ സോമരസം തയ്യാറാക്കി. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാല് ഋഭുക്കള് മരുദ്ഗണങ്ങളും ആദിത്യന്മാരുമെല്ലാമായിട്ട് ഇന്ദ്രനോടൊപ്പം വന്നിട്ട് നമ്മുടെ സോമരസം പാനം ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന കർമ്മങ്ങള് ഇന്ദ്രനോടൊത്ത്, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ്. അപ്പൊ ഏത് കർമ്മം ചെയ്യുന്നുണ്ട് അവിടെ ഇന്ദ്രനാണ്. അപ്പൊ ഇന്ദ്രനോടൊത്ത് വരണം എന്ത്? ഋഭുക്കള് ആരിലൂക്കെല്ലാണ് വരുന്നത്? മരുദ്ഗണങ്ങളും ആദിത്യന്മാരും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാ കർമ്മങ്ങളും ഗ്രഹങ്ങളെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ഗ്രഹങ്ങൾ എങ്ങനെയാണ് നമ്മൾ സ്വാധീനിക്കുന്നത്? ഗ്രഹങ്ങളുടെ ആകർഷണ ബലമാണ്, അതും ബലമാണ്. ആ ബലങ്ങൾ ഇപ്പോൾ ഒരു സൂര്യൻ ഒരു ദശയിൽ നിൽക്കുന്നു, രാവിലെ ഇടതുവശത്താണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അതൊരു ചെരിച്ച ബലമാണ് നമ്മളിലേക്ക് ആക്ട് ചെയ്യുന്നത്. അതിന് രണ്ട് തരം പ്രേരക ശക്തിയുണ്ട്. നമ്മളൊന്ന് ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യാനും മുകളിലേക്ക് രണ്ട് ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ്, വെർട്ടിക്കൽ കോമ്പണൻറ്റ്. അതിന് രണ്ട് അളവുണ്ട്. ഒന്ന് ഹൊറിസോണ്ടലായിട്ട് ചലിപ്പിക്കാനും മറ്റേത് മുകളിലേക്ക് വരുമ്പോൾ മാനസികപരമായ ചിന്തകളുമായിട്ട് അതിന് ബന്ധം വരുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. ഓരോ ഗ്രഹങ്ങളും ഇങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യൻ ആദിത്യന്മാർ എന്നാണ് പറയുന്നത്. സൂര്യൻ തന്നെ പറയുമ്പോൾ എത്ര സൂര്യനുണ്ട്? മേടത്തിലെ സൂര്യനല്ല ഇടവത്തിലെ സൂര്യനല്ല മിഥുനത്തിലെ. കാരണം പല സ്ഥലത്താണുള്ളത്. രാവിലെയുള്ള സൂര്യനല്ല ഉച്ചക്കുള്ള സൂര്യനല്ല വൈകുന്നേരം. പല സ്വഭാവമാണ്. സൂര്യൻ തന്നെ മേടത്തിലുള്ള ഇടത്ത്. അപ്പം പല സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ആകർഷണ ബലത്തിന് വ്യത്യാസം വരുന്നുണ്ട്. ആകർഷണ ബലത്തിൻ്റെ അളവിന് വ്യത്യാസമുണ്ട്. അതിൻ്റെ എങ്ങോട്ടേക്കാണ് വലിക്കുന്നത് എന്നുള്ളതിനെല്ലാം വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ മരുത്തുക്കൾ, ആകാശത്തിലൂടെ കുറേ 49 മരുത്തുക്കൾ ചലിക്കുന്നുണ്ടെന്ന് പ്രപഞ്ചഘടനയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുമെല്ലാം പല സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മളെ ഇങ്ങനെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ജ്യോതിഷം ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ആവിഷ്കരിക്കുന്നതിൻ്റെ പിന്നിൽ ഈ അനാലിറ്റിക്കൽ ജിയോമെട്രിയിലൂടെ ഉപയോഗിക്കുന്ന തത്വങ്ങളാണ് ബലങ്ങളെ അനലൈസ് ചെയ്യുന്ന. ബലങ്ങളെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആണ് ജ്യോതിഷം ആവിഷ്കരിച്ചിരിക്കുന്നത്. പല ബലങ്ങൾ വരുന്നുണ്ട് അതിനെല്ലാം. അതുകൊണ്ടാണ് മരുത്തുക്കളും ആദിത്യന്മാരുമോടൊത്ത് ഋഭുക്കളോട് വരികയാണ്. ഋഭുക്കളുണ്ടെങ്കിലേ അത് അനലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല സ്ഥലത്ത് നിന്നിട്ട് ഗ്രഹങ്ങൾ ആകർഷിക്കുകയാണ്. മരുത്തുക്കളും എല്ലാം കൂടിയിട്ട്. സൂര്യൻ തന്നെ പലതരം സൂര്യനുണ്ട്. ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിന് ഓരോ സ്വഭാവമാണ്. രാവിലെ ഉള്ളതിനല്ല വൈകുന്നേരം. രാത്രി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ പിന്നിലാണ് കിടക്കുന്നത് സൂര്യൻ. ഇതിൻ്റെ എല്ലാ ആകർഷണ ബലത്തിന് അളവിന് വ്യത്യാസമുണ്ട്, അതിൻ്റെ ഡയറക്ഷന് വ്യത്യാസമുണ്ട്. ഇതുമാതിരി മരുത്തുക്കളുണ്ട്. ഇതിൻ്റെ എല്ലാം ഫലം നമ്മളിലേക്ക് വരുന്നത് അനലൈസ് ചെയ്തിട്ട് അതാണ് ഇവിടെയുള്ള എല്ലാ കർമ്മങ്ങളെയും പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം അനലൈസ് ചെയ്തിട്ട് കർമ്മം നടപ്പാക്കുമ്പോൾ ഈ ബലങ്ങളെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. ആ ബലങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടെങ്കിൽ ഋഭുക്കളോടൊത്തിട്ട് അവയെ അനലൈസ് ചെയ്താലേ പറ്റും. ഇങ്ങനെ കുറേ ബലങ്ങളായി വരുന്നതിനെല്ലാം മാറ്റി ഒറ്റ ബലമായിട്ട് എന്തായിരിക്കും അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്നെല്ലാം മനസ്സിലാക്കേണ്ടെങ്കിൽ ഋഭുക്കളോടെത്താലേ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതായത് എല്ലാ കർമ്മങ്ങളും ഇതിനെല്ലാം കൂടിയിട്ട് ഈ ബലങ്ങളെല്ലാം ആകർഷിക്കുന്നത്, സ്വാധീനിക്കുന്നത്. അപ്പോൾ ആ ബലങ്ങളെല്ലാം ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ അനലറ്റിക്കൽ ജിയോമെട്രിയിലെ തത്വം ഉപയോഗിച്ച് തന്നെയാണ്. വലിയ ഋഭുക്കളുടെ സഹായത്താലാണ്. അതുകൊണ്ട് എന്ത് പറയുന്നു? ഈ സോമം പിടിക്കാൻ ഇവരോടൊപ്പം ആര് വരിക? ഋഭുക്കളും വരിക. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? അതിനനുസരിച്ച് അതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കും. ഇനി ആറാമത്തെ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 20-6. ഉദത്വം ചമസം നവം തുഷ്ടോർ ദേവസ്യ നിഷ്കൃതം അകർത ചതുര പുനഃ. ഋഭുക്കൾ ത്വഷ്ടാവ് നിർമ്മിച്ച പുതിയ ചമസത്തിന്റെ, അതായത് യജ്ഞപാത്രത്തിന്റെ സ്ഥാനത്ത് 4 ചമസങ്ങൾ
നിർമ്മിച്ചു. ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ത്വഷ്ടാവ് നിർമ്മിച്ച പുതിയ ചമസത്തിന്റെ സ്ഥാനത്ത് ഋതുക്കൾ 4 ചമസങ്ങൾ നിർമ്മിച്ചു. ചമസങ്ങൾ എന്ന് പറഞ്ഞാൽ യജ്ഞം നടത്തുന്ന പാത്രമാണ്. പാത്രം എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് മാതിരി എടുക്കാം. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, മറ്റേ ഇരുമ്പെല്ലാം അടിച്ച് പരത്തുന്ന മാതിരി പറഞ്ഞില്ല. ഇരുമ്പ് അടിച്ച് പരത്തുന്ന, എല്ലാം പരത്തി വെച്ചിട്ട് പ്ലേറ്റ് മാതിരിയാക്കുന്ന മാതിരി. പക്ഷേ ചമസം എന്ന് പറഞ്ഞാൽ പാത്രം, പ്രപഞ്ചമാകുന്ന പാത്രം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാകുന്ന പാത്രത്തിൽ നിന്നാണ് നമ്മളെല്ലാം എടുത്തിട്ട് ഭുജിക്കുന്നത്. അപ്പോൾ ഒരു പാത്രമായിട്ട് സങ്കല്പിക്കുകയാണ്. പാത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ സ്ഥലമാണ്. അത് തന്നെയാണ് നമ്മളെ പേപ്പറിൽ വെച്ചിട്ടാണല്ലോ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വരയ്ക്കുകയെല്ലാം ചെയ്യുന്നത്. അപ്പം ചമസം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യവും നമ്മളൊരു പേപ്പറിൽ മാതിരി ഒരു ചമസത്തിൽ വെച്ചിട്ടാണ് നമ്മൾ വീടിൻ്റെ പ്ലാനെല്ലാം വരക്കും. ഇങ്ങനെ പറഞ്ഞല്ലോ 4 വരയെല്ലാം വരക്കും. അങ്ങനെ 4 വരയായിട്ട് വരക്കുമ്പോൾ ഈ പ്രതലങ്ങൾ എന്താകുന്നുണ്ട്, 4 ചമസങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇപ്പം എൻജിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ആദ്യത്തെ ബാലപാഠം എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പേപ്പറിൽ ഒരു ബിന്ദു ഒറിജിൻ ബ്രഹ്മസ്ഥാനം മാർക്ക് ചെയ്തിട്ട് 4 വരകൾ, 2 വരകൾ ആക്സിസ് എക്സ് ആക്സിസും വൈ ആക്സിസും വരക്കണം. അപ്പോൾ എന്തുണ്ടാവും, 4 ഭാഗങ്ങളായിട്ട് തിരിയും. 4 ഭാഗങ്ങൾക്കാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ചമസത്തെ 4ആക്കി മാറ്റി ഋതുക്കൾ. അതാണ് അനലൈറ്റിക്കൽ ജോമെട്രിയിൽ ആദ്യം ചെയ്യുന്നത്, അനലിറ്റിക്കൽ ജോമെട്രി പഠിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു ബിന്ദു ഇട്ട് 2 ആക്സിസ് വരച്ചിട്ട് അതിൻ്റെ അകത്ത് 4ആക്കിയിട്ട് ആ 4ലുള്ള സ്ഥാനങ്ങളെയെല്ലാം എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എല്ലാം പഠിക്കുകയാണ് ആദ്യം ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഋതുക്കളാണ് ആദ്യം എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ചമസത്തെ 4ആക്കി. ഒരു പ്രതലം മാത്രം ആയതുകൊണ്ടാണ് ചമസം എന്ന് പറയുന്നത്, പ്ലേറ്റ് എന്ന് പറഞ്ഞത്. ത്വഷ്ടാവ് നിർമ്മിച്ച, അപ്പം ത്വഷ്ടാവ് എന്ന് പറഞ്ഞാൽ പ്രകൃതി, സൂര്യൻ നല്ല വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി വിശേഷം നിർമ്മിച്ച ചമസത്തിൻ്റെ സ്ഥാനത്ത് ഋതുക്കൾ അതിനെ 4ആക്കി, ആ പ്രതലത്തെ 4ആക്കിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഇനി 7ാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 20-7. തേനോ രത്നാനി ധത്തന ത്രിരാ സാപത്നാനി സുന്വതേ ഏകമേവം ശുഷസ്ഥിതിഭിഹി. സോമം തയ്യാറാക്കുന്ന യജമാനന് ഉത്തമമായി സ്തുതിക്കപ്പെട്ട ഋതുക്കൾ 21 രത്നങ്ങൾ പ്രദാനം ചെയ്തു. ഇതില് ഉത്തമമായ രീതിയിൽ സ്തുതിക്കപ്പെട്ട, അങ്ങനെ ഉത്തമ രീതിയിൽ സ്തുതിക്കപ്പെട്ടുണ്ടാക്കിയ ഈ ചമസങ്ങളെ ഇങ്ങനെ 4ആയി എല്ലാം വിഭജിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള സ്റ്റഡി ചെയ്തിട്ട് എന്തു പറ്റുന്നു, ഇങ്ങനെ തയ്യാറാക്കിയ യജമാനന് ഓരോന്നോരോന്നായി 21 രത്നങ്ങൾ പ്രദാനം ചെയ്തു. 21 തരം രത്നങ്ങളാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചമസങ്ങളെ ഇങ്ങനെ തിരിച്ചെല്ലാം മാറ്റിയതിൻ്റെ ശേഷം അപ്പോഴിങ്ങനെ വരാൻ തിരിച്ചും മറിച്ചും എല്ലാം ഉണ്ടാകുമ്പോൾ ചെറിയ പെട്ടികൾ വരും. കാരണം ആക്സസ് എങ്ങനെയെല്ലാം വരക്കാം, ഇങ്ങനെയും വരക്കാം, ഇങ്ങനെയും വരക്കാം. എന്നിട്ട് അതിനെ പലതായി തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഇതേമാതിരിയുള്ള വരകൾ എല്ലാം സ്ഥലത്തെ പലതായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പെട്ടി മാതിരിയുള്ള ഭാഗങ്ങളായിട്ട് മാറിയിട്ട്
ഇതിൻ്റെ അകത്ത് ഓരോ ബിന്ദുവിലെല്ലാണ് ആറ്റങ്ങൾ നിൽക്കുക ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ. വസ്തുക്കൾ രണ്ട് തരത്തിലുണ്ട്, ക്രിസ്റ്റലൈനും അമോർഫസും. ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യും, പെട്ടിമാതിരി ക്യൂബിക് സ്ട്രക്ചേഴ്സ് എന്നെല്ലാം പറയും. അപ്പോൾ ഇതിൽ ഓരോ ആറ്റം, ഹൈഡ്രജൻ ക്ലോറൈഡ്, നമ്മൾ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ സോഡിയം ഇവിടെയാണെങ്കിൽ ക്ലോറിൻ ഇപ്പുറത്തെ കട്ടയിൽ നിൽക്കും, മറ്റേ ക്ലോറിൻ ഇങ്ങനെ ഓരോന്നും ക്രമത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന വസ്തുക്കളാണ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. അങ്ങനെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സാണ് നമ്മൾ ഈ പറയുന്ന ഡയമണ്ടൽ രത്നങ്ങൾ. അത്രയും കൃത്യമായി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 21 തരം രത്നങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതായത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സിൻ്റെ 21 തരത്തിലുള്ള വ്യാഖ്യാനമാണ്. അത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കെമിസ്ട്രിയിലെല്ലാം പഠിക്കുന്നതാണ്, എന്തെല്ലാണ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന്. അതൊരു പ്രത്യേക തരത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനത്ര ഹാർഡ്, പൊട്ടാത്തത്. പൊട്ടുകയെന്നല്ല, അത് ഹാർഡാണ്. അപ്പോൾ അങ്ങനെയാകാൻ കാരണം അത് വളരെ നീറ്റായിട്ട് കൃത്യമായി അറേഞ്ച് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിനത്ര വിലയും എല്ലാം പറയുന്നത്. അതിന് കുറേ ഗുണങ്ങളുണ്ട്. അപ്പം അങ്ങനെ 21 തരം ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് യജമാനന് നൽകി എന്ന് പറയുകയാണ്. ഏതുകൊണ്ട്? ഇത്തരത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആക്സസുകളായിട്ട് വിഭജിച്ചിട്ട് വസ്തുക്കൾ, ആറ്റങ്ങളെല്ലാം ക്രമത്തിൽ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് യജമാനന് ഈ ഋതുക്കൾ 21 തരം ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ഉള്ള വസ്തുക്കൾ, രത്നങ്ങൾ നൽകിയതെന്ന് പറയുകയാണ്. രത്നങ്ങൾ പ്രദാനം ചെയ്തു. ഇനി 8ാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 20-8. അധാരയന്ത വന്നയോ ഭജന്ത സുഹൃത്യയാ ഭാഗം ദേവേഷു യജ്ഞീയം. ഋഭുഗണങ്ങൾ അനശ്വരമായ ആയുസ്സും ദേവകളോടൊപ്പം യജ്ഞാംശവും പ്രാപിച്ചു. അങ്ങനെ ഇവിടെ എന്ത് പറയുകയാണെന്ന് വെച്ചാൽ, അങ്ങനെ ഈ ഋഭുഗണങ്ങൾ ഇത്രയും വലിയ മഹത്തായ കർമ്മം ചെയ്ത അനലറ്റിക്കൽ ജിയോമെട്രിയിലൂടെ മഹത്തായ സേവനം ലോകത്തിന് നൽകിയ, മനുഷ്യർ മാത്രമല്ല ഈ തത്വം ഉപയോഗിക്കുന്നത്, പ്രകൃതി തന്നെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ഈ ഡയമണ്ടെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ തത്വപ്രകാരമാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടാണ്. നമ്മളത് മനസ്സിലാക്കി അനലറ്റിക്കൽ ജിയോമെട്രി എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്നതേ ഉള്ളൂ. ഫലങ്ങളെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ ഈ തത്വം ഉപയോഗിച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ എല്ലാം പിന്നിലുള്ള ബ്രെയിൻ നമ്മളേതോ ശാസ്ത്രജ്ഞൻ തന്നെ പറയും. പക്ഷേ ഇവിടെ വേദത്തിൽ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഋഷിയുടെ പേര് അതാണ് ഋഭു. ആ ഋഭുവാണ് ഇത് സംഭാവന ചെയ്തത്. അതിലൂടെ അനശ്വരമായ ആയുസ്സും ദേവകളോടൊപ്പം യജ്ഞാംശവും സ്ഥാപിച്ചു. അപ്പം ദേവകൾക്ക് നമ്മളെ എല്ലാം പുരോഗതിയെല്ലാം നടന്ന കല്ല്, മണ്ണ്, ഇതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാം കൂടിയിട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ അനലറ്റിക്കൽ ജിയോമെട്രി എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഫലങ്ങളെ അനലൈസ് ചെയ്യുന്ന ഈ തത്വങ്ങളെല്ലാം, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്നെല്ലാം പറയുന്ന ആ തത്വങ്ങളെല്ലാം അടങ്ങുന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തെ, സയൻസ് വിഭാഗത്തെ, മാത്തമെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഭാഗത്തെ, ഡ്രോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഭാഗത്തെ ഋഭുക്കളാണ് സംഭാവന ചെയ്തത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് അവരും അനശ്വരന്മാരായിരിക്കുകയാണ്.